ഒരു ചെറിയ കഥ പറഞ്ഞോട്ടെ. ചെറിയതാണ്, ആയുർവേദമാണ്. നമുക്കെല്ലാവർക്കും വാതാപിത്ത കഫ അറിയാം, നമ്മളെല്ലാവരിലും ഉണ്ട് അല്ലേ? പക്ഷേ ഈ വാതപിത്ത കഫ ഓരോരുത്തരിലും വാദം കൂടുതലായിരിക്കും, പിത്ത കുറവായിരിക്കും, കഫം കുറവായിരിക്കും. ചിലർക്ക് കഫം കൂടുതലായിരിക്കും, പിത്തം കുറവ്, വാദം കുറവ്. ചിലർക്ക് തിരിച്ചായിരിക്കും, പിത്തം കൂടുതലായിരിക്കും. എല്ലാവർക്കും എല്ലാം ഒരേപോലെ പെർസെൻറ്റേജ് ഇരിക്കണമെന്നില്ല. അതാണ് ആയുർവേദം പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഇക്വലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് എന്ന് ഹെൽത്തി സ്റ്റേറ്റാണ്, ഡിസീസ് ഇല്ലാത്ത സ്റ്റേറ്റാണ്. ആ സ്റ്റാറ്റസിന് പറയുന്നത് പേര് പ്രകൃതി എന്നാണ്. എപ്പോഴാണോ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഡീവിയേറ്റ് ആവുന്നത്, ഇംബാലൻസ് ആവുന്നത്, വ്യതിയാനം ഉണ്ടാവുന്നത്, അപ്പോൾ അതിൻ്റെ പേര്, അപ്പോൾ നമുക്ക് ഡിസീസ് ഉണ്ടാവും. അതിൻ്റെ പേര് വികൃതി എന്നാണ്. പക്ഷേ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ വാതപിത്ത കഫം നമുക്കുണ്ടായത് അറിയാമല്ലോ, പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. വാദം ഉണ്ടായത്, വാദ്യം എന്ന പേര് വന്നത് തന്നെ ആകാശവും വായുവും കമ്പൈൻ ചെയ്ത് കൈനറ്റിക് എനർജി എന്ന രീതിയിലാണ്. എനർജി കൈനറ്റിക്കാണ്. കാരണം ഈ വാദികമായിട്ടുള്ള ആൾക്കാർക്ക് സ്പീഡ് ഭയങ്കര അവർക്ക്. അതേപോലെ പിത്തം അറിയാം, പിത്തം എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഡൈജസ്റ്റീവ് ഫയറാണ് അല്ലേ? അതുണ്ടായത് നമ്മുടെ ഫയറും വെള്ളവും കൂടി ചേർന്നാണ്. അപ്പോൾ അത് തെർമൽ എനർജിയാണ്. മൂന്നാമത്തേത് പറയാറുള്ളത് കഫമാണ്. കഫം ഉണ്ടായത് ഭൂമിയും ജലവും കൂടെ കമ്പൈൻ ചെയ്താണ്. അപ്പോൾ ഭൂമിയും ജലത്തിൻ്റെ പ്രത്യേകത, ഭൂമി എപ്പോഴും സ്റ്റാഗ്നൻ്റാണ്, പൊസിഷനാണ്. അതുകൊണ്ട് അതിന് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ കേരളം, തമിഴ്നാട്, ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് എടുത്ത് തന്നെ ഇവരിൽ തന്നെ ഭൂരിഭാഗം ബിഹേവിയറും ഓരോ ടൈപ്പ് ഓഫ് വാതപിത്ത കഫമാണ്. കേരളം എടുത്ത് നോക്കിയാൽ കഫത്തിനാണ് കൂടുതൽ ഇത്. കവചം എന്ന് പറയുന്നത് ഐഡിയേഷൻസിൽ ഒരു അഗ്രഗണ്യമാരവർ. പക്ഷേ പൊട്ടൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഒരു സ്റ്റാഗ്നൻസി അവരിൽ പലർക്കും ചിലപ്പോൾ ഒരു ബൾക്കിനെസ് ഒക്കെ വരാം. വാതികം എപ്പോഴും മെലിഞ്ഞിട്ടുള്ളവരായിരിക്കാം, പിത്തം അങ്ങനെ മിശ്രിതമായിരിക്കാം. ഒരു രസകര സംഭവം എന്ന് വെച്ചാൽ ഈ വാദം പിത്തം കഫവും ഒരുപോലെ അല്ല. അപ്പോൾ ചിലർക്ക് പ്ലസ് പോയിൻ്റായിട്ട് വാദം സ്പീഡുണ്ടാകും, ചിലർക്ക് ഐഡിയേഷൻ ഉണ്ടാക്കും. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചൊരു സാധനം, ഈ ബിസിനസ് ഇൻസൈറ്റിന് ഒരുപക്ഷെ ഈ വാദവും കഫവും ഒരുപോലെ നിൽക്കുന്നുണ്ടോ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഐഡിയേഷന് പഞ്ഞമില്ല, രണ്ടാമത് സ്പീഡിനും പഞ്ഞമില്ല, മൂന്നാമത്തെ പിത്തം ഇതായതുകൊണ്ട് ഇംപ്ലിമെൻറ്റേഷന് പഞ്ഞമില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഇത്രയും വാക്ക് പറയേണ്ടത് എന്താ വെച്ചാൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടാണ്.